പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഞാൻ നന്നായി തന്നെ ഇരിക്കുന്നു. എൻ്റെ കുടുംബവും ജീവിതവുമൊക്കെ നന്നായി തന്നെയുണ്ട്. പക്ഷെ ഒരു ബന്ധവുമില്ലാതെ, കാരണമില്ലാതെ അയൽക്കാർ ഞങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. കൂടെ ജോലി ചെയ്യുന്നവർക്ക് ഞാൻ ഒരു തിന്മയും ചെയ്തിട്ടില്ല. കാരണമൊന്നുമില്ലാതെ വിരോധമായി സംസാരിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ഞങ്ങളുടെ കച്ചവടത്തിൽ തലയിട്ട് പ്രശ്നമുണ്ടാക്കുന്നു, ആൾക്കാരെ പ്രേരിപ്പിക്കുന്നു. വല്ലാത്ത പ്രയാസം. എന്തിനാണ് എന്നോട് വിരോധം കാണിക്കുന്നത്? ഇതുപോലെ ഒരുപാട് വിരോധികൾ ഉണ്ടായിരിക്കുന്നു. ഞങ്ങൾ നന്നായിരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ചോദ്യത്തോടെ, പരിഭ്രമത്തോടെ ഇരിക്കുകയാണോ? നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ ദുഷിച്ച മനസ്സുള്ളവർ തീർച്ചയായും ഉണ്ടാകും. എല്ലാവരും നല്ല ഹൃദയത്തോടെ ആയിരിക്കില്ല പെരുമാറുന്നത്. സ്നേഹമുള്ളതുപോലെ പെരുമാറിയിട്ട് പുറകിൽ കുഴി കുഴിക്കുന്ന, തിന്മ ചെയ്യുന്ന മനുഷ്യന്മാരും ഉണ്ടാകും. ശുശ്രൂഷയിൽ തന്നെ നമ്മൾ കാണുമ്പോൾ ലോകത്തിലും അങ്ങനെയുള്ളവരുണ്ടാവില്ലേ? നിങ്ങളുടെ ഉയർച്ച ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അസൂയയാണ് അതിന് കാരണം. നിങ്ങൾ ഉയർന്ന് ആശീർവദിക്കപ്പെടുമ്പോൾ അവരെന്തിനാണ് നമ്മോട് വിരോധം കാണിക്കുന്നത്? ഒരു ബന്ധവുമില്ലാത്തവരായിരിക്കാം. അസൂയ, ഈ അസൂയയില്ലേ, അത് അനേകം പേരെ ബാധിക്കുന്നുണ്ട്. അസൂയ കൊണ്ട് നമ്മൾ പലരോടും വിരോധം കാണിക്കുന്നു, പക കൊണ്ട് നടക്കുന്നു, തിന്മ ചെയ്യാൻ തുനിയുന്നു. പിന്നെ എങ്ങനെയാണ് ജീവിക്കുക എന്ന് ചിന്തിക്കുകയാണോ? ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ദൈവം എന്താണ് പറയുന്നതെന്നറിയാമോ? റോമർ 8:31 ദൈവം നമുക്കനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. ദൈവം തന്നെ നമ്മുടെ ഭാഗത്തുള്ളപ്പോൾ നമുക്ക് പ്രതികൂലമായിരിക്കുന്നവർക്ക് എന്ത് ചെയ്യാനാകും? വിരോധമുണ്ടാകും, തിന്മ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതൊന്നും നിങ്ങളെ ബാധിക്കില്ല. ദൈവം അതുകൊണ്ടാണ് പറയുന്നത്, ആരാണ് നിങ്ങൾക്ക് പ്രതികൂലമാവുക? വലിയ ആളായിരിക്കും, വലിയ പണക്കാരനായിരിക്കും, വലിയ പദവിയിലായിരിക്കും, ഭയങ്കരന്മാരായിരിക്കും. പക്ഷേ നിങ്ങളുടെ അടുത്ത് അവരുടെ കാര്യമൊന്നും വലിക്കില്ല. കാരണം നിങ്ങളുടെ കൂടെയുള്ളവൻ വലിയവനാണ്, ഈ ലോകത്തെ സൃഷ്ടിച്ചവനാണ്. ഈ വിശ്വാസമാണ് എന്നെ ധൈര്യത്തോടെ നിലനിർത്തിയിരിക്കുന്നത്. ഞാൻ ഇതുവരെ നടന്നു വന്ന പാതയിൽ എത്രയോ വിരോധികളെ കണ്ടിട്ടുണ്ട്, നേരിട്ടിട്ടുണ്ട്. ഞാൻ ആരോടും വിരോധം കാണിക്കരുത് എന്ന് പ്രാർത്ഥിച്ച് എന്നെ കാത്തു സൂക്ഷിക്കുന്നതിൽ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. മറ്റുള്ളവർ വിരോധം കാണിക്കുന്നതിന് എനിക്കെന്ത് ചെയ്യാനാകും? അവര് വിരോധം കാണിച്ചാലും എന്നെ ഒന്നും ചെയ്യാനാവില്ല. കാരണം യേശുവാണ് എന്റെ കൂടെയുള്ളത്. ദൈവം നമ്മുടെ ഭാഗത്തുണ്ട് എന്ന് വിശ്വസിക്കൂ. ദൈവം നിങ്ങൾക്ക് അനുകൂലമായിരിക്കുമ്പോൾ പ്രതികൂലമായിരിക്കുന്നവരുടെ പ്രവൃത്തികളൊന്നും നിങ്ങളെ ബാധിക്കില്ല, നിങ്ങളെ നശിപ്പിക്കുവാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ദോഷം ചെയ്യാനാവില്ല. ഭയപ്പെടുത്തും, അത്രയേയുള്ളൂ. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, പേടിക്കേണ്ട. ഈ വചനം പറയൂ: ദൈവം എനിക്ക് അനുകൂലമായിരിക്കുന്നു. എനിക്ക് പ്രതികൂലമാവാൻ ആർക്ക് സാധിക്കും? ദൈവം നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ദൈവം നിങ്ങളുടെ ഭാഗത്തുണ്ടോ? നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ ഭാഗത്ത് വെച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ കൈപിടിച്ച് നടക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ടോ? ബൈബിൾ വായിക്കുന്നുണ്ടോ? ദൈവഹിതപ്രകാരം ജീവിക്കാനായി സമർപ്പിച്ചിട്ടുണ്ടോ? അതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ദൈവം നോക്കിക്കൊള്ളും. നിങ്ങൾ ബൈബിളും വായിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നുമില്ല, പേരിനു വേണ്ടി ആഴ്ചതോറും പള്ളിയിൽ പോയിട്ട് വീട്ടിൽ വന്ന് മണിക്കൂറുകളോളം TV കാണും, സീരിയൽ കാണും, ലോകരെ പോലെ ജീവിച്ചിട്ട് എന്നോട് പക കാണിക്കുന്നു, ദൈവം എന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നും നേടാൻ പോകുന്നില്ല. യഥാർത്ഥമായും ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ടാവണം. ദൈവം കൂടെയുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കൂ. ദൈവത്തിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിച്ചാലേ ദൈവം കൂടെയുണ്ടാകൂ. അപ്പോഴേ ആ ധൈര്യം വരൂ. ദൈവം എനിക്ക് അനുകൂലമായിട്ടുണ്ട്, എനിക്ക് പ്രതികൂലമായിരിക്കുന്നവൻ ആര് എന്ന് പറയാനാവൂ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തെ ശരിയാക്കൂ, സമർപ്പിക്കൂ, ദിവസവും പ്രാർത്ഥിക്കൂ. ദിവസവും എപ്പോഴും യേശുവിനോട് തിരിക്കാൻ നിങ്ങളെ സമർപ്പിക്കൂ. അപ്പോൾ ഭയവും ഉണ്ടാവില്ല, പരിഭ്രമവും ഉണ്ടാവില്ല. എത്ര പേര് നിങ്ങളെക്കുറിച്ച് പറഞ്ഞാലും പ്രവർത്തിച്ചാലും. എത്രയോ പേര് യൂട്യൂബിൽ കാണുന്നില്ലേ? പലരും പലതും പറയും. എത്രയോ പേര് എന്നോട് വന്ന് പറയും, ഞാനത് കാണാറേയില്ല. ഇയാള് പറഞ്ഞു, അയാള് പറഞ്ഞു, അതൊന്നും ഞാൻ കേൾക്കാറില്ല. അതൊന്നും എന്നെ ബാധിക്കില്ല. കാരണം എന്റെ കൂടെയുള്ളത് ആരാണെന്ന് എനിക്കറിയാം. അതിനാൽ നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കാനായി, ദൈവത്തോട് തിരിക്കാനായി സമർപ്പിക്കൂ. യേശു എന്റെ പക്കലുണ്ട്. പറയാമോ? ഹൃദയത്തിൽ നിങ്ങളുടെ കൈവയ്ക്കൂ. യേശുവേ, അങ്ങേക്കിഷ്ടപ്പെടാത്തതൊന്നും ഞാൻ ചെയ്യാൻ പാടില്ല. ഞാൻ എപ്പോഴും അങ്ങയോടൊത്തുണ്ടാവണം, അങ്ങ് എന്റെ കൂടെ ഉണ്ടാവണം. അതിനാരും തടസ്സമില്ലാതെ എന്നെ കാത്തുകൊള്ളണമേ. അങ്ങെനിക്ക് അനുകൂലമായിരിക്കുമ്പോൾ എനിക്ക് പ്രതികൂലമായിരിക്കുന്നവൻ ആര്? അവർക്ക് ദോഷം ചെയ്യാനാവില്ല, എന്നെ നശിപ്പിക്കാനാവില്ല. അങ്ങന്റെ കൂടെയിരുന്നെന്നെ കാത്തു സൂക്ഷിച്ച് നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ